അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കണം. ഞങ്ങൾ സുഖമായിരിക്കണം. അപ്പം ഞാൻ എന്താ ചക്കൻ്റെ കഷ്ണം കൊണ്ടാട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ഇനി ചക്കൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് ചുള ഒന്ന് ചീന്തി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പം അതാ കുരുവൊക്കെ കളഞ്ഞ് ചുള ചെറുതാക്കിയത് ഒന്ന് നന്ന് നൈസല്ല അങ്ങനെ ഒന്ന് ചീന്തി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കൊണ്ട് നോമ്പ് തുറക്കൽ വെറൈറ്റി വിഭവം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് മൈദപ്പൊടിയും ഒരല്പം അരിപ്പൊടിയും അതുപോലെ ഏലക്കായും മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയായിട്ട് ഇട്ടിട്ട് നന്നായി കട്ടയൊക്കെ ഉടച്ചിട്ട് ഞാൻ കൈ വെച്ചിട്ടായിട്ട് ഉടച്ചെടുത്ത് ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ചീന്തി വെച്ച ചക്കയിലേക്കിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. എല്ലാ ചക്കയിലെയും മാവൊന്ന് പിടിച്ചു വരണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ പഴം പൊരിക്കണ പോലെ തന്നെ ഓരോരോ ചക്കൻ്റെ ചീന്തെടുത്തിട്ട് അതിലേക്കിട്ട് നമുക്ക് വറുത്ത് പോരാട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചക്കയൊക്കെ ആയി വന്ന് അത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ തിന്നാൻ. ഇപ്പോൾ ചക്കൻ്റെ കാലൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാൽ നോമ്പ് അല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാമല്ലോ. വൈകുന്നേരം നമുക്ക് ചായക്ക് പലഹാരമൊക്കെ ആയിട്ട് ഉണ്ടാക്കാം. അധികം നന്നായി പഴുക്കാത്ത ചക്കയാണിട്ടത്. എന്നാലും മീഡിയം പഴുപ്പായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.